പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. അണ്ണാ, ഇതൊരു എഴുന്നേറ്റില്ലേ? പ്രതീക്ഷ അണ്ണാ, എണീരങ്ങോട്ട് എഴുന്നേക്ക്. എന്താ ഇങ്ങനെ നോക്കണേ? സുരഭി തന്നെ എന്ന് കാണാനേ നല്ല ഐശ്വര്യം. മുന്നിലൊരു ഭഗവതി പ്രത്യക്ഷപ്പെട്ട പോലുണ്ട്. ഭഗവതിയാ? ചായ ഏട്ടാ ഒന്ന് പോണ കളിയാക്കാറ്. എടോ, ഞാൻ തന്റെ ഐശ്വര്യത്തെ കുറിച്ച് പറഞ്ഞതാ. ആണോ? സീരിയസ് ആയിട്ട്. സാധാരണ ഞാൻ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോഴേക്കും നീ ജോലിക്കൊക്കെ പോകേണ്ടതാണല്ലോ. ഇന്നെ പറ്റി? ഇന്ന് ഞായറാഴ്ച അല്ലേ അണ്ണാ? അയ്യോ, ഓ, ജോലിക്കൊന്നും പോവാതെ വീട്ടിൽ കയറി ഇരിക്കുന്നവർക്കൊന്നും ഞായറാഴ്ച ഒന്നും വലിയ വിലയില്ല. പക്ഷേ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഞായറാഴ്ച ഭയങ്കര വിലയാ. നമുക്കൊക്കെ എന്ത് ഞായറാഴ്ച? പിന്നെ ചായയായിട്ട് മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട ഭഗവതി ലെക്ചർ എടുക്കാൻ നിൽക്കല്ലേ അധികം. ചായയായിട്ട് മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട ഭഗവതി എന്ത് വരമാണ് നൽകേണ്ടത് പറഞ്ഞാലും? ചോദിച്ചാ എന്തു വരും തരുമോ? ആ, നോക്കാം. ശരിക്കും തരുമോ? ശരിക്കും തരും. ചോദിരി. എന്നാ പിന്നെ ഒരു 10 ലക്ഷം രൂപ എനിക്ക് കുറച്ച് ആവശ്യമുണ്ട് ബിസിനസ്സിന്. അണ്ണ ഒട്ടും റൊമാൻറ്റിക് അല്ല. എന്തോന്ന്? അണ്ണ ഒട്ടും റൊമാൻറ്റിക് അല്ല. ഞാൻ അത്യാവശ്യം റൊമാൻറ്റിക് ഒക്കെ ആണല്ലോ. അത് പറഞ്ഞേ പോരാ, അത് പുറത്ത് കാണിക്കണം. പുറത്ത് കാണിക്കണം? ആ എടോ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ റൊമാൻറ്റിക് ആവേണ്ട പരിപാടി അവതരിപ്പിക്കുമ്പോ റൊമാൻറ്റിക്കാ. അണ്ണ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് പറഞ്ഞു തരുമോ? സാധാരണ ഭാര്യമാരാണെങ്കിൽ കുളിച്ചിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഈ ചായട്ടൊക്കെ വരുമ്പോ ഭർത്താക്കന്മാര് കാണിക്കുന്ന വെച്ചാൽ ഒന്ന് ബെഡിൽ അടുത്ത് പിടിച്ചിരുത്താ, അല്ലെങ്കിൽ ബാക്കിൽ കൂടെ പോയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാരാണ് ഞങ്ങളെ പോലുള്ള ഭാര്യമാർക്ക് ഇഷ്ടം. ഇതാണെങ്കിൽ വെറുതെ വന്നിട്ട് 10 ലക്ഷം. അങ്ങനെയാണെങ്കിൽ നീ നേരത്തെ പറയണ്ടേ? എന്തോന്ന്? ആ, അങ്ങനെ പറഞ്ഞു ചെയ്യിപ്പിക്കൊന്നും വേണ്ട. ഇതൊക്കെ ഉള്ളിന്ന് വരുന്നതാണ് അണ്ണാ. സുരഭി, നീ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ എന്റെ സിറ്റുവേഷനാ? എന്തോ സിറ്റുവേഷൻ? അണ്ണാ, നമ്മളെക്കാളും കഷ്ടപ്പാടിൽ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്ന് അറിയുമ്പോ നമുക്ക് ചുറ്റും. അത് വെച്ച് നോക്കുമ്പോ അണ്ണൻ ഇവിടെ എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് ഉള്ളത്. പണമുണ്ട്, സ്വത്തുണ്ട്. എന്നിട്ടൊന്നും റൊമാൻറ്റിക് ആവാൻ വയ്യ. എനിക്കറിയാം അണ്ണൻ എന്റെ സ്നേഹമൊക്കെ ഉണ്ടെന്ന്. ഈ റൊമാൻറ്റിക് എന്ന് പറയുന്നത് ഉള്ളി വെച്ച് നടക്കാനൊന്നുമല്ല, പുറത്ത് കാണിക്കണ്ട അതൊക്കെ. അപ്പം ഞാൻ കുറച്ചും കൂടെ റൊമാൻറ്റിക് ആണോ? അല്ലെ, കുറച്ചല്ല, കുറച്ചെങ്കിലും. അതൊക്കെ ഉള്ളിന്ന് എക്സ്പ്രഷൻ ചെയ്ത് കാണിക്കണ്ട. സുരഭി, എക്സ്പ്രഷൻ അല്ല, എക്സ്പ്രസ്. എക്സ്പ്രസ് ആണെങ്കിലും സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിലും ഒന്ന് പുറത്തുനിന്ന് കാണിക്കോ? ആ, ലോകത്തുള്ള സകലമായ കാര്യങ്ങളും അറിയാം. ഈ കാര്യമാണെങ്കിൽ ഒരു കുന്തം അറിഞ്ഞൂടാ, അതിനാണെങ്കിൽ വട്ട പൂജ്യവും. പോടുന്ന നീറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടോ? വാ കഴിക്കാൻ. ഓ, ഞാൻ വന്നേക്കാം. അത് കട്ടി. ഇവിടെ കാര്യമായിട്ടുള്ള കാര്യം ആലോചിച്ചോണ്ടിരിക്കുമ്പോഴേ അവള് പറഞ്ഞത് വെച്ച് നോക്കുമ്പം കാര്യം സത്യമാണ്. നീ ഒട്ടും റൊമാൻറ്റിക് അല്ല. ചേട്ടാ, എന്നെ ചുമ്മാ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടോ. എടാ, നിനക്ക് ദേഷ്യം വരാൻ പറഞ്ഞതല്ല, ഞാൻ ഉള്ള സത്യമാണ് പറഞ്ഞത്. ഈ കാര്യത്തില് നിന്റെ ആറ്റിറ്റ്യൂഡ് ഒട്ടും ശരിയല്ല. എന്റെ പൊന്നു ചേട്ടാ, 24 മണിക്കൂറും ഇങ്ങനെ മണപ്പിച്ചോട്ട് പാട്ടുപാടി നടക്കാൻ പറ്റുമോ? ഇതിന് ഒരു സമയവും കാലമൊക്കെ ഇല്ലേ? പിന്നെ സമയം കിട്ടിയിരുന്നെങ്കിൽ നീ പിന്നെ അങ്ങ്. എടാ, ഇതൊക്കെ മനസ്സിൽ നിന്ന് താനെ വരേണ്ട കാര്യങ്ങളാണ്. ഇതിനങ്ങനെ ടൈം ഫിക്സ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഓ, എന്നാലും ഒരു ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഒട്ടും റൊമാൻറ്റിക് അല്ലെന്ന് പറയുന്ന ഒരു അവസ്ഥ. എന്റെ പൊന്നു ചേട്ടാ, മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് വന്നത്. ചേട്ടൻ കാണിക്കുന്ന പരിപാടി എന്തുവാ? ശവപ്പെട്ടിക്ക് ആണി അടിക്കുന്ന പോലെ. എടാ, ഞാൻ ഉള്ള സത്യം പറഞ്ഞതാണ്. രാവിലെ തന്നെ എല്ലാരും കൂടെ സത്യം പറയുമ്പോഴേ ബാക്കിയുള്ളവരുടെ മനസ്സിലാ വിഷമം വന്ന് കയറുന്നത്. എടാ, നീ വിഷമിക്കണ്ട, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. പറളിയോ? എന്തുവാ? എടാ, ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ തന്നെ നിന്റെ പാതി പ്രശ്നം കുറയും.
ഇവിടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ മെയിൻ പ്രശ്നം എന്താണെന്നാ ഇത് തന്നെയാണ്. മുഖത്തോട്ട് മുഖം നോക്കി സംസാരിച്ചല്ലേ റൊമാൻസ് വരുള്ളൂ. ഇത് ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ഫോൺ തന്നെ. ചുമ്മാ അല്ല അവള് പറയണത്. ഞാനിപ്പോ എന്തോ ചെയ്യണമെന്നാ പറയാം. നീ ആദ്യം നിന്റെ ഈ കലിപ്പ് മുഖഭാവം ഒന്ന് മാറ്റണം. ഇവിടെ ഒരാൾക്ക് റൊമാൻസ് ആദ്യം എവിടെയാണ് പറഞ്ഞതെന്നറിയാം. അതിപ്പോ എങ്ങനെ ചേട്ടാ? ഞാൻ ചേട്ടന്റെ മുഖത്ത് നോക്കി ഡയറക്റ്റ് എടാ ഞാൻ മുഖത്താണ് ഉദ്ദേശിച്ചത്. അപ്പൊ ചേട്ടൻ എന്താ നേരത്തെ ഉദ്ദേശിച്ചത്? ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. നീ പറയണം, ചോദിക്കണേന് ആൻസർ പറ. മുഖത്ത് എനിക്കറിയാം, ലിപ്സ് ചുണ്ടിലടാ, മൂക്കില്. നീ ആര് ബാലങ്ങി നായരാ? പിന്നെ എവിടാ? എടാ കണ്ണിലാണ് ആദ്യം റൊമാൻസ് വരേണ്ടത്. ഇത് പോയേട്ടാ അവിടെ. നമ്മള് കണ്ണിൽ റൊമാൻസ് കൊടുത്തോണ്ടിരിക്കുമ്പോ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല. കറണ്ട് പോയാൽ നീ തലയിൽ മെഴുകുതിരി കത്തിച്ചു പോയി. ഇവന്റെ അടുത്ത് പറയാൻ പോയി എന്നെ വേണം പറയാൻ. നിനക്കെന്താ രാത്രി മാത്രമേ റൊമാൻസ് വരുള്ളൂ, രാവിലെ വരൂല്ലേ? രാവിലെ വരും, പക്ഷെ എങ്ങനെ അത് പറഞ്ഞു തരാം, നീ ശ്രദ്ധിക്ക്. അവൾ അടുക്കളയില് ജോലിക്ക് വരൂലേ, അവൾ അറിയാതെ പുറകിൽ നിന്ന് വന്നൊന്ന് കെട്ടിപ്പിടിക്കണം, അതും അപ്രതീക്ഷിതമായിട്ട്. പക്ഷേ മുത്തോണ്ണൻ അവിടെ കാണത്തില്ല എപ്പോഴും. 24 മണിക്കൂറും അങ്ങേര് അവിടെ തന്നെയാണോ നിക്കണത്? അല്ല. അപ്പൊ അങ്ങേര് ഇല്ലാത്ത സമയം നോക്കിപ്പോ. ഓക്കെ. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റുകള്, മുട്ടായികള് ഇടയ്ക്കിടയ്ക്ക് അവളെ ഒന്ന് പൊക്കിയും പറഞ്ഞുവിട്. ഇതൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവളെ പൊക്കി പറയാറുണ്ട്, ഒരു കാര്യമില്ലെങ്കിൽ കൂടി. ഉണ്ടല്ലോ, ഉണ്ട്. അതിനൊരു പഞ്ഞവും വരുത്തണ്ട. പിന്നെ ലവ് യു എന്നും കൂടെ ഇടയ്ക്ക് ചേർത്ത്. അയ്യേ പൈങ്കിളി, അതിന്റെ ആവശ്യമില്ല. എടാ അതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ പരസ്പരം സംസാരിക്കാനുള്ള സമയം നീ തന്നെ കണ്ടെത്തണം. അത് ഇനിയിപ്പോ എവിടെയെങ്കിലും പോയാലും കുഴപ്പമില്ല. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ചേട്ടാ, ഞാൻ സ്കൂട്ടർ എടുത്ത് സ്വരൂപമായിട്ടൊന്ന് ടൗൺ ചുറ്റിട്ട് വന്നാലോ? എന്റെ പൊന്നനിയാ, നിനക്ക് ഇത്രയും ബുദ്ധിയില്ലെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തുവാ? എടാ സ്കൂട്ടറിൽ പോണെങ്കിൽ ഹെൽമെറ്റ് വെക്കണ്ടേ? ഹെൽമെറ്റ് വെച്ചോണ്ട് വല്ല കാര്യം പറഞ്ഞാൽ രണ്ടുപേർക്കും കേൾക്കാൻ പറ്റും. ഇനി അഥവാ ഹെൽമെറ്റ് ഊരിയിട്ടാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നീ പറയണത് നാട്ടുകാർ ഫുള്ള് കേട്ടിരുന്നാലേ അവള് കേൾക്കും. അത് മാത്രമല്ല AI ക്യാമറയിൽ വീഴുകയും ചെയ്യും. അതിന്റെ ഫൈൻ അടയ്ക്കാൻ നീ എന്റെ അടുത്ത് തന്നെ ചോദിക്കുകയും പറ്റും. അത് വരും. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടാ? പിന്നെ എന്ത് ചെയ്യും? നീ ഒരു കാര്യം ചെയ്യും, പിന്നെ ഞാൻ സിറ്റിയിലോട്ട് ഡ്രോപ്പ് ചെയ്യാം, പിന്നെ അവളെ. എന്നിട്ട് നിങ്ങൾ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയിരുന്നു ഒന്ന് സംസാരിച്ച് ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കിട്ടണം എവിടെയെങ്കിലും കഴിച്ച് ഒരു ബസ്സിൽ കയറി ഇങ്ങ് വാ. ബസ്സിൽ കയറി വരാനോ? പിന്നെ അല്ലാതെ. വരാം. ആ പെട്ടെന്ന് പോയി റെഡി ആവാൻ നോക്ക്, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. ഓക്കെ. ലോകത്ത് ഒരു ചേട്ടനും ഈ അവസ്ഥ വരില്ല. എന്നാലും ആ ഡ്രസ് എവിടെ പോയി? ആഹാ, ഇവിടെ നിപ്പുണ്ടായിരുന്നു. അവനെ ഇങ്ങനെ ഉപദേശിക്കാൻ വേണ്ടി എനിക്ക് എന്തുകൊണ്ട് അല്പം റൊമാൻറ്റിക് ആയിക്കൂടാ? ഓ ചക്കരേ മോളെ. അയ്യോ എന്തോന്നടി റൊമാൻറ്റിക്കാവാൻ വന്ന ഭർത്താവിന് ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണത്? സോറി, ഞാൻ വിചാരിച്ചു വേറെ കള്ളന്മാരാണെന്ന്. ജീവനിൽ പൊതുവുള്ള ഏതെങ്കിലും കള്ള ഇങ്ങനെ ചെയ്യൂടി? നൊന്തോ? ഇല്ല വെന്ത്. സോറി, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒന്നുകൂടെ തിരിഞ്ഞു നിക്കാം, പുറകെ വന്ന് കെട്ടിപ്പിടിച്ചു. വേണ്ട, ഇനി എനിക്ക് അതിനുള്ള പ്രാണിയില്ല. സോറി. അല്ല ഇതെന്തോന്ന് വലിച്ചിട്ടിരിക്കണത്? അത് ഞാൻ ഒരു ഡ്രസ്സ് തപ്പിയതാ. ഏത് ഡ്രസ്? ഒരു പാർട്ടി വെയർ. പാർട്ടി വേറെ? എന്തിന്? എന്റെ ഫ്രണ്ടിന്റെ മുത്തശ്ശൻ മരിച്ചു, അപ്പൊ അതിന്റെ ചടങ്ങിന് നാളെ ഇടാനാ. മുത്തശ്ശൻ മരിച്ചതിന് പാർട്ടി വെയർ ആണ് ഇടേണ്ടത്? ഫ്രണ്ട്സ് എല്ലാവരും ഒരേ കളർ ഡ്രസ് ഇട്ടിട്ട് വരുന്നു. എനിക്കാണെങ്കിൽ ആ കളർ നോക്കിയപ്പോ ആ പാർട്ടി വെയർ മാത്രമേ ഉള്ളൂ. രശ്മി, ഒരേ കളറിൽ പോയി ഇത് കല്യാണം അല്ല, മരണ വീടാണ്. പ്രശ്നപ്പെട്ടും പേടിക്കണ്ട, എന്റെ കൂടെ വരുന്ന ഫ്രണ്ട്സിൽ 3 പേരും പാർട്ടി വെയർ തന്നെ ഇടുന്നേ. ബെസ്റ്റ് വിവരമുള്ളവര്. ഏട്ടൻ വരുന്നോ? ഞാൻ വരണില്ല. പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ഈ ഡ്രസ്സെല്ലാം മടക്കി എന്റെ അലമാരയെ കൊണ്ടുപോയി. ഇപ്പോഴോ? ഞാൻ കുളിച്ചിട്ട് വരുമ്പോ ഇവിടെ ഒറ്റ സാധനങ്ങൾ കണ്ടുപോയില്ല, പറഞ്ഞിട്ടല്ല. പിന്നെ ഇപ്പൊ ഈ ഊരിയിടുന്ന കൂടെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഓൺ ചെയ്തേക്കണേ. അതിട്ടേക്കാം. ഇത്രയൊക്കെ മടക്കിയത് മതി. അയ്യോ, തീവണ്ടി അപകടങ്ങളിലും മരണങ്ങളിലും വർധന. കലിയുഗം അല്ലാതെ മൊത്തം വായിച്ചു തന്നില്ലായിരുന്നു പറ്റുന്നു.
അങ്ങനെ മൊത്തം വായിച്ച് തീർന്നില്ലായിരുന്നു. ആണോ? ഷോ അറിഞ്ഞില്ലല്ലോ. നിനക്ക് പത്രം വായിക്കാനാണോടാ ഞാനിത് നൂത്ത് പിടിച്ചോണ്ടിരിക്കുന്നത്? അല്ല എത്താലും കൊച്ചമ്മ വായിക്കുന്നുണ്ട്, അതിന്റെ കൂടെ എന്റെ വായന നടക്കും. പണിയില്ലല്ലോ. പണിയില്ല, ഒരു പണിയില്ല ഇല്ല, അച്ഛാ. അല്ലേ? ആ അത് ശരി. ഇപ്പൊ അടുക്കളയിൽ ഒരു പണിയില്ല. ഇല്ല, പണിയെല്ലാം തീർത്ത് കൊച്ചമ്മ. അപ്പൊ ഒരു ചായ ഇട്ടുണ്ടോ? ചായ എപ്പോഴെപ്പോഴും കുടിച്ചൂടെ കൊച്ചമ്മ? ആര് പറഞ്ഞു? അല്ല ശരീരത്തിന് നല്ലതല്ല, ഡോക്ടർ പറഞ്ഞത് കണ്ടു പറഞ്ഞില്ലേ? അയ്യ അങ്ങനൊന്നും അല്ല, ഒരുപാട് കുടിക്കണ്ടെന്നേ പറയുള്ളൂ. ഒരു ചായയൊക്കെ ഇടയ്ക്ക് കുടിക്കാം. നിനക്കിപ്പോ ചായ ഇടാൻ പറ്റൂല. അയ്യോ അതല്ല, പിന്നെ? എപ്പോഴും കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ആവശ്യമുള്ളപ്പോ കുടിക്കാം കേട്ടോ. അയ്യ അല്ല, നിനക്ക് ഈ പത്രം കൊണ്ട് എവിടെങ്കിലും പോയിരുന്ന് നിനക്ക് സമയമുള്ളപ്പോ വായിച്ചാ പോരെ? അല്ല സമയമില്ലല്ലോ കൊച്ചമ്മ, ഓരോ ജോലിയായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയല്ലേ. അയ്യോ ഒരു ജോലിയായിട്ട്, അതുകൊണ്ടാണ് ജോലി ചെയ്ത് സമയമില്ലാത്തോണ്ടാ ഈ ഇപ്പൊ നിൽക്കുന്ന 1.5 മണിക്കൂറായിട്ട്. ഉച്ചക്കുള്ളതൊക്കെ ഞാൻ റെഡിയാക്കാം അപ്പൊ. അല്ല അത് റെഡിയാക്കിയില്ലേ പറ്റത്തില്ലല്ലോ. എണ്ണി വാങ്ങിക്കുന്നില്ലേ? അതെ കൊച്ചമ്മ, ചൂടോടെ വേണോന്ന് പറഞ്ഞോണ്ടേ എല്ലാ ആഹാരം ഉച്ചക്കുള്ളത് ഞാൻ റെഡിയാക്കിക്കോളാം. റെഡിയായിക്കോട്ടെ. കൊള്ളാവടാ, നിന്നെയൊക്കെ സഹിക്കുന്ന എന്നെ വേണമല്ലോ തല്ലാൻ. അയ്യോ ആരോട് പറയാൻ ഭഗവാനെ. ആരാ എന്തോ കോളിംഗ് ബെൽ? കോളിംഗ് ബെൽ അടിച്ച്. അതെ, നീ അതിന് വല്ല തർക്കത്തിനെ പറയാതെ പോയി നോക്ക് പോ. ഓ ശരി. ഓ ഇത് വാ വാ വാ. ശരി. കൊച്ചമ്മ ടൈഗർ ക്ലബിലെ ആൾക്കാരാണെന്ന് തോന്നുന്നു. ടൈഗർ ക്ലബ് അല്ലടാ, ലയൺസ് ക്ലബ്. ആ ഇരിക്കെ കൊറേ നാളായാലും കണ്ടിട്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല കുറച്ചു കാലം ആയാലോ രണ്ടുപേരെയും കണ്ടിട്ട്? മാഡത്തിനെയും കണ്ടിട്ട് കുറെ നാളായല്ലോ, ക്ലബിലേക്കൊന്നും കാണുന്നതേ ഇല്ല. അയ്യോ അതെന്താ അറിയോ, അവിടെ വന്ന് ഈ 2-3 മണിക്കൂർ ഒരൊറ്റ ഇരിപ്പിരിക്കാൻ എനിക്ക് വലിയ പാടാ സത്യം. അല്ല കൊച്ചമ്മയ്ക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സുഖമായിട്ടിരിക്കാൻ എന്റെ മണ്ടയ്ക്ക് കയറാൻ പറ്റും. അവിടെ ആകുമ്പോ അത് പറ്റൂല, അല്ലെങ്കിൽ ഞാൻ കൂടെ അങ്ങ് പോകണം. അയ്യോ അവന്റെ മണ്ടയിൽ കേറുന്ന. നീ പോയി 2 ചായ ഇട്ടുണ്ടോ അവർക്ക്? അല്ല ചായ കുടിക്കുന്ന ടീമല്ല, ചായയും കാപ്പിയും കുടിക്കുന്ന ടീമല്ല. കാണും പറയാം കൊച്ചമ്മ. ആര് പറഞ്ഞു ചായ കുടിക്കില്ലേ നിങ്ങള്? ഞങ്ങൾക്ക് ചായ ഒന്നും വേണ്ട മാഡം. കണ്ട ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് അറിയാം കൊച്ചമ്മ, കാണും പറയാം. പിന്നെ തണുത്തത് വല്ലതും എടുക്കട്ടെ? ആ അത് ഞങ്ങൾ കുടിക്കും, ഫ്രഷ് ജ്യൂസ് മതി. ആ കേട്ടല്ലേ? ശരി കൊച്ചമ്മ. ചെല്ല്, നല്ല ഫ്രഷ് ജ്യൂസ് എന്തെങ്കിലും എടുത്തുണ്ടോ? ആ ഇതിനേക്കാളും ചായ എടുത്താൽ മതിയായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾ മേഡത്തെ കണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. പിന്നെന്താ? ആഹാ എല്ലാം മടക്കി വെച്ചല്ലേ? ഏട്ടൻ പറഞ്ഞ പോലെ ഡ്രസ്സൊക്കെ മടക്കി ഞാൻ അകത്ത് വെച്ചു. പക്ഷെ ഇപ്പൊ ഈ അലമാരി തുറക്കാൻ പറ്റുന്നില്ല. തുറക്കാൻ പറ്റില്ലേ? ഇത് നീ എന്തോ ചെയ്തു വെച്ചത്? ഞാനൊന്നും ചെയ്തില്ല, ജസ്റ്റ് ലോക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ ഇത് തുറക്കാൻ പറ്റാത്ത? ആ എടി എനിക്ക് ഇടാവോ എന്തെങ്കിലും ഇടാം. ആ ഏട്ടനല്ലേ പറഞ്ഞ ഡ്രസ്സെല്ലാം എടുത്ത് ഉള്ളിൽ വെക്കാം. അതുകൊണ്ട് എല്ലാം കെട്ടിപ്പൂട്ടി അങ്ങ് വെച്ച്. പിന്നെ ബാക്കിയുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടു കഴുകാൻ. പറഞ്ഞതുപോലെ ചെയ്യണ ഒരു ഭാര്യ. എടി ഞാൻ ഇനി എന്തോ ഇട്ടോട്ട് ഇറങ്ങും? ഇപ്പൊ അനുസരിച്ചതായോ കുറ്റം? പറ്റൂല. എന്റെ ഈശ്വരൻ, ഞാൻ ഇനി ഇത് എങ്ങനെ തുറക്കും? ആഹാ അത് ശരി. അപ്പൊ നിങ്ങൾ വന്നത് എന്നെ കാണാനല്ല, പ്രശോഭിനെ കാണാനാ അല്ലേ? അതെ മാഡം, ക്ലബിന്റെ വകയായിട്ട് ചെറിയൊരു ആദരവ് പ്രശോഭ് സാറിന്. ആഹാ കൊള്ളാവല്ലോ, നല്ല കാര്യം. വരാൻ പോകുന്ന ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രശോഭ് സാറിനെ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം, നല്ല കാര്യമല്ലേ? അല്ലെങ്കിലും പ്രശോഭമുണ്ടല്ലോ, വളരെ ചെറുപ്പം മുതലേ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് വളരെ പക്വതയോടുകൂടി പെരുമാറുന്ന എൻ്റെ ഒരു മോന്. എന്ത് കാര്യം ഏൽപ്പിച്ചാലും അതിൽ അവനൊരു ഉത്തരവാദിത്തമുണ്ട്, അത് ഭംഗിയായിട്ട് ചെയ്യുകയും ചെയ്യും. ക്ലബിലെ മികച്ച ഭാരവാഹി, ഏറ്റവും നല്ല വ്യക്തിത്വം, പോരാത്തതിന് ഈ ചെറുപ്രായത്തിൽ തന്നെ ബിസിനസ്സിൽ കൈവരിച്ച നേട്ടങ്ങളൊന്നും ചെറുതല്ലല്ലോ. പിന്നല്ല. പ്രശോഭ് സാറിനെ ആദരിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം മതിയല്ലോ. ധാരാളം. ഒത്തു നീ ഒന്ന് പ്രശോഭനെ വിളിച്ചിട്ടുണ്ടോന്നേ. ശരി കൊച്ചമ്മ. ഏതായാലും ഇതൊക്കെ കേട്ടപ്പോ ഒരു അമ്മയെന്നുള്ള നിലയിൽ എനിക്കൊരു അഭിമാനമുണ്ട്, സന്തോഷം. ഈ ആദരവ് സുഹാസിനി മാഡം തന്നെ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെന്താ, എനിക്കതിന് സന്തോഷമല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും അതെ. പ്രശോഭേട്ടാ, നമുക്ക് ഈ അലമാരി വെട്ടിപ്പൊളിച്ചാലോ? എടി നീ എന്റെ വായിരിക്കണ കേക്കരുതേ. നീ ഒറ്റ ഒരുത്തിയാണ് ഞാൻ നിൽക്കാൻ കാരണം. ഞാൻ എന്ത് ചെയ്തു? നീ ഒന്നും മിണ്ടണ്ട. വാ തുറന്ന മണ്ടത്തനെ കാണിക്കണതാ, ആന മണ്ടത്തനെ. പോയി അവിടെ എവിടെയെങ്കിലും ഇരി. എന്നാ ബുദ്ധിമാൻ എന്താന്ന് വെച്ചാ ചെയ്യും. ലക്ഷ്മി
ആരും നോക്ക്. വേണേ പോയി നോക്ക്. ഞാൻ ചെയ്യുന്നതൊക്കെ മണ്ടത്തരമല്ലേ? ബുദ്ധിമാൻ പോയി അങ്ങ് നോക്കിയാട്ടെ. സോറി, ഞാൻ പിന്നെ വരാം. അല്ല, എന്താ കാര്യം പറ. ഇല്ല, കുഴപ്പമില്ല, ഞാൻ പിന്നീട് വരാം. മുത്തോടെ കാര്യം പറഞ്ഞിട്ട് പോകും. അല്ല, ഞാനിപ്പോ പോവും. അല്ല, ഞാനിപ്പോ വന്ന കാര്യം ഒന്ന് പറയൂ. തോന്നും വേഷം. എന്താ കുളിച്ചിട്ട് തോർത്ത് നിന്നിട്ടില്ലേ? പിന്നെ മറ്റേ ടൈഗർ ക്ലബ്ബിൽ നിന്നേ, ടൈഗർ ക്ലബ് അല്ല ലയൺസ് ക്ലബ്ബിൽ നിന്നേ രണ്ടുപേരും വന്നേക്കുന്നു കുഞ്ഞിനെ ആദരിക്കാൻ. ഇപ്പോഴാദരിച്ചാ നന്നായിരിക്കും. ഓണത്തിന് ഞാൻ വന്നോളാം. അല്ല, പെട്ടെന്ന് വാ, കൊച്ചമ്മ വിളിക്കുന്നു. അത് മാത്രല്ല, അല്ലെങ്കിൽ അവരുടെ ഇങ്ങോട്ട് വരാൻ പറയട്ടാ. എന്തിന്? ഞാൻ അങ്ങോട്ട് വന്നോളാം. ഒരു 5 മിനിറ്റ്. പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങി. റൂമിൽ കയറിയ ടവലെ ഉടുക്കൂ. ഇത് ടവലല്ല, ടർക്കി. എന്റെ ശരി തന്നെ, നമ്മളവിടെ ചുട്ടി തോർത്തെന്നാണ് പറയണത്. അയ്യോ, സ്വിച്ച് ഓഫ്. ഞാൻ തന്നെയല്ല അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചത്. ഇനിയിപ്പോ അവന്റെ റൂമിൽ പോയി ഏതെങ്കിലും ഡ്രസ് എടുത്തിടാം. പക്ഷെ അതുവരെ എങ്ങനെ പോവും? എന്നെ കണ്ടില്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് വിളിച്ചോണ്ടും വരും. പ്രശോഭ് സാറിന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അക്കാര്യത്തിൽ അവൻ എപ്പോഴും അങ്ങനെ. അവന്റെ ഡ്രസ്സിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആണ്. അത് എപ്പോഴായാലും ശരി, വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും ശരി, പുറത്ത് പോകുമ്പോഴാണെങ്കിലും ശരി, ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. എനിക്കതിൽ വലിയ സന്തോഷമാണ്. കാരണം ഞാൻ അങ്ങനെ അവനെ വളർത്തിയതും അതും പറയണമല്ലോ. ചേട്ടൻ പറഞ്ഞ ഒരു റൊമാൻറ്റിക് ആവാൻ പറ്റിയ ടൈം. ചുരിദാറൊക്കെ ഇട്ട് നിൽക്കുക കൊച്ചു കള്ളി. ഇതല്ലേ നിങ്ങളിവിടെ? ഇതല്ലേ ഈ വേഷത്തി? ഞാൻ ഡ്രസ് എടുക്കാൻ വന്നേണ്. ഈ കോലത്തിലാ? ഞാന് സുരഭിയാന്ന് ഓർത്തിട്ട്. എന്റെ പൊന്നനിയാ, സുരഭിയെ പോലെ നീ പിടി പിടിക്കല്ലേ. അതെന്താ ചത്തു? എന്തോ ഇവിടെ ബഹളം കേട്ടത്? ഇതൊന്ന് ചുരിദാറിലിരിക്കുന്നേ. ഇവൻ കുറച്ച് റൊമാൻറ്റിക് ആയതാ. പ്രശോഭേട്ടന്റെ ഡ്രസ്സ് മൊത്തം അലമാരിക്കകത്ത് ലോക്കായി പോയി. പ്രശോഭേ, പ്രശോഭ്, ദാ വരുന്നമ്മ. ഈ വേഷം പോലെ ഞാൻ ചേട്ടൻ. പ്രശോഭേ, ഇവനിത് എവിടെ പോയി കിടക്കുന്നു? പ്രശോഭ് സാർ ബിസി ആണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയി കാണാം. അയ്യോ വേണ്ട വേണ്ട, അവനിക്ക് വരും. പ്രശോഭ്, ദാ വരുന്നമ്മ. എന്തിയാടാ പ്രശോഭ്? ഇപ്പം വരും കൊച്ചമ്മ. കൊച്ചമ്മ, പശുപോഞ്ഞിന്റെ മുകളിൽ ആരോ വരുന്നു. ഇതെന്താ പറ്റിയടാ? എന്താടാ? കുഴിയിൽ വീണതാണെന്ന് തോന്നുന്നു കൊച്ചമ്മ. ദാ പാൻസ് ഒക്കെ കീറിയിരിക്കുന്നു. പക്ഷെ ശരീരത്തിന് പരിക്കുകളൊന്നുമില്ല. ഓ,
എന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ചായി ഇപ്പൊ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഓ എന്റെ മോനെ, എനിക്കറിയാൻ വയ്യ. കഷ്ടം തന്നെ, നാണക്കേട്. കൊച്ചനെ, എന്നിട്ട് ഓണത്തിന് നിനക്ക് ഏതാണ്ട് ആദരിക്കുന്നെന്നോ ആദരവ് തരാൻ പോകുന്നൊക്കെ പറയുന്നു. അതിന് ക്ഷണിക്കാൻ വന്നാ നിന്നെ. യ്യോ. വേണ്ടായിരുന്നു. നിങ്ങളെ ക്ലബിലെ നമ്മുടെ പുലികളിയുടെ ഏർപ്പാട് വല്ലതും ഉണ്ടാ? അങ്ങനെ പുലി ഇവിടെ ഉണ്ട്, തോക്ക് മാത്രം കൊടുത്താൽ മതി. ആ തോക്കം കാണാൻ എന്റെ തന്നെങ്കിലുണ്ടല്ലോ, ഒരൊറ്റ വെടിക്ക് ഇവനെ ഞാൻ തീർത്തേനെ. പേഴ്സണാലിറ്റിക്ക് എന്താണ് അവന് പറ്റിയേ? അല്ല, ഒന്നും പറ്റിയില്ല. അയ്യോ, പറ്റിയില്ല. കമ്പനി ഉണ്ടാക്കി അതിന്റെ സാമർഥ്യത്തോട് തന്നെ നടത്തി പേഴ്സണാലിറ്റി കണ്ട്. ഓ, ഇതിലും ഭേദം ടർക്കി മതിയായിരുന്നു.